ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടിയാണ്, പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടി. അതിന് ഞാൻ ഒരു പകുതി പൈനാപ്പിളിൻ്റെ കീറിയെടുത്ത് അത് അരിഞ്ഞു വെക്കുവാണ്. അതിനുശേഷം ഒരു തണ്ട് കരിയേപ്പില ഞാൻ വേവിക്കുന്നതിൻ്റെ കൂടെ ഇടുന്നുണ്ട്, അരയ്ക്കുന്നതിൻ്റെ കൂടെയും ഒരു തണ്ട് കരിയേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് കീറി വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. രണ്ട് വണ്ണമുള്ള തടിച്ച പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊന്ന് നെടുകെ കീറിയിട്ടാണ് ഞാൻ വട്ടത്തിൽ അരിഞ്ഞത്. 2 എണ്ണം മതി. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു കൊച്ചു കഷ്ണം, ഒത്തിരി വേണ്ട, ഒരു ശകലം, അത് ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ പൈനാപ്പിൾ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അരിയാൻ തുടങ്ങുക. ഇതിന് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജീരകപ്പൊടി, ഒരല്പം മുളക് പൊടി, ഒത്തിരി മുളക് പൊടി വേണ്ട, അല്പം മുളക് പൊടി, പിന്നെ അല്പം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, ജീരകപ്പൊടിയോ എന്തിനായാലും, പിന്നെ ഒരു ഇത്തിരി മുളക് മതി. പിന്നെ ഒരല്പം കടുക് ചതച്ച് ഒരു തണ്ട് കരിയേപ്പിലയും കൂടെ കൂട്ടി, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അരയ്ക്കുമ്പോൾ കരിയേപ്പില അതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു തണ്ട് കരിയേപ്പിലയും ഇച്ചിരി കടുകും കൂടെ ചതച്ചെടുക്കണം. ഇത് പച്ചയ്ക്ക് ഇതിനകത്തോട്ട് ചേർക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ പച്ചടിക്കകത്തോട്ട് പച്ചയ്ക്ക് കടുക് ചേർക്കുകയാണ് ഈ ചെയ്യുന്നത്. നല്ല കൂട്ട് അരയണം. ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം, മിനുസമായിട്ട് തേങ്ങ അരച്ചെടുക്കണം. ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത്. മിക്സി ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടം കല്ലിൽ അരയ്ക്കുന്നത്. ഞാൻ അരപ്പ് എടുക്കുവാണേ. ഇനി ഞാൻ ആ കടുകൊന്ന് ചതച്ചെടുക്കും. അതിൻ്റെ കൂടെ ഒരു കരിയേപ്പിലത്തണ്ട് കൂടെ വെച്ച് ചതച്ചെടുക്കുന്നുണ്ട്. കരിവേപ്പില നൂരി അതും ആ തണ്ടും കൂടെ വെക്കും. അതിൻ്റെ കൂടെ കടുകും കൂടെ അങ്ങോട്ട് ഇട്ട് ചതച്ചെടുക്കാൻ മതി. അങ്ങ് ഒത്തിരി അരയണ്ട, കടുകൊന്ന് പൊട്ടിക്കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം തേങ്ങയിലോട്ട് കടുകിട്ടപ്പം പിന്നെ അതിൻ്റെ വശത്തോട്ടിട്ടതാണ്. അത് തേങ്ങയിലോട്ടങ്ങായിപ്പോയി. ഇപ്പം അത് ഞാൻ പിന്നെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വന്നാൽ അല്പം തേങ്ങ അതേലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന അതാണ്, അല്ല വേറൊന്നുമല്ല കേട്ടോ. അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അതങ്ങ് മാറ്റി ആ കടുക്. കടുകൊന്ന് പൊട്ടിയാൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് അരഞ്ഞാൽ അത് കഴിക്കും. അത് നമ്മൾ വേറെ മാറ്റി വയ്ക്കുക. കാരണം നമുക്ക് പിന്നെ പച്ചടിക്കുള്ള പൈനാപ്പിൾ വെന്ത് താത്ത ശേഷം വേണം ഇതിനകത്തോട്ട് വേണം ഈ
പച്ചക്കടുക് ചേർത്ത് കൊടുക്കാൻ. കടുക് വറക്കുന്നത് വേറെ, പൊട്ടിച്ച് നമ്മളെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ അടുപ്പേ വെച്ച് തിളച്ചിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടയ്ക്കുവാണേ. ശകലമൊക്കെ അവിടെ എവിടെയൊക്കെ കഷ്ണങ്ങൾ പോലെ കിടക്കും. അഥവാ അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ നമുക്ക് നന്നായിട്ട് ഇതാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ടൊന്ന് ഇളക്കി ഒരു ആവി വരുമ്പം താത്തു വയ്ക്കണം. ഒരാവി വന്നാൽ മതി. അല്ലാതെ പിന്നെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതായി കഴിയുമ്പം വാങ്ങി വെക്കണം. വാങ്ങി വെക്കാറായി വരുന്നു. വാങ്ങി വെക്കാമേ. നമുക്ക് അതിനകത്തോട്ട് വാങ്ങി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ കടുകും പിന്നെ കരിവേപ്പിലയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കണം. നല്ല കൂട്ട് കുറുകിയിട്ടുണ്ട് കണ്ടോ. പൈനാപ്പിൾ നല്ല കൂട്ട് കുറുകിയിട്ടുണ്ട്. ആ തേങ്ങായിട്ട് ശേഷം ഒന്നുകൂടെ കുറുകി. ഇതിനകത്തോട്ട് തൈരും ചേർത്ത് കൊടുത്ത് ഇളക്കി പിന്നെ കടുക് വറുത്തതും കൂടെ ചേർത്താൽ മതി. നല്ല 1 ഗ്ലാസ് നല്ല മധുരവും ഉപ്പും പുളിയും ഒക്കെയുള്ള 1 ഗ്ലാസ് പച്ചടി റെഡി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ പൈനാപ്പിൾ പച്ചടി ദാണ്ട്. നല്ല കുറുകി അടിപൊളി പച്ചടിയാണ്. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുവാണേ. കണ്ടോ എന്ത് ഭംഗിയായി ഇന്ന്. അങ്ങനെ അടിപൊളി പച്ചടി.